രാജു പി നായർ ഇവിടെ ജയിക്ക് പറഞ്ഞത് ശരിയാണ്. ഈ പറഞ്ഞ പി വി അൻവറുടെ തലമുറയുടെ കാലത്ത് അവിടെ പരിസ്ഥിതി പ്രവർത്തകർ ആക്രമിക്കപ്പെട്ടപ്പോൾ ഇന്റർവ്യൂ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഒരു തർക്കം അക്കാര്യത്തില്ല. അൻവർ എന്നെയും പറഞ്ഞിട്ടുണ്ട്. അൻവർ എന്നെയും പറയാവുന്നതിൻ്റെ പരമാവധി ഫേസ്ബുക്കിലടക്കം എല്ലാ ഭാഷകളും ലംഘിച്ചുകൊണ്ട് പറയാവുന്നതിൻ്റെ പരമാവധി അൻവറും പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. രാജു പി നായർ അങ്ങനെയൊക്കെ പറഞ്ഞ അൻവർ, അങ്ങനെയൊക്കെ പാർട്ടിക്ക് പ്രതിരോധം തീർത്ത അൻവർ ഇന്ന് പറയുന്നതിൽ പറയുകയാണ് തൃശ്ശൂർ പൂരം കലക്കിയത് ആരാണെന്ന ചോദ്യത്തിന് ആർക്കാണോ ഗതികേട് കൊണ്ട് BJPക്ക് ഒരു സീറ്റ് വാങ്ങിക്കൊടുക്കേണ്ട അവസ്ഥയുള്ളത് അയാളുടെ നിർദ്ദേശപ്രകാരം ADGP ചെയ്തതാവാം എന്ന് പറയുകയാണ്. മുഖ്യമന്ത്രിയെ പറ്റി VD സതീശനോ രാജു പി നായരോ കെ സുധാകരനോ പോലും പറയാത്തതിൻ്റെ പരമാവധിയിൽ പറയുകയാണ് അൻവർ. രാജു പി നായർ. ഹാഷ്മി, എനിക്ക് തൊണ്ടയ്ക്ക് ചെറിയൊരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് അല്ലെങ്കിൽ തന്നെ സ്വതവേ പാട്ട് പാടാൻ ഞാൻ മിടുക്കനല്ല. അതുകൊണ്ട് പാട്ട് പാടാൻ എനിക്ക് ആഗ്രഹമുണ്ടെങ്കിലും കഴിയില്ല. അങ്ങേക്ക് കഥാപ്രസംഗി എന്നൊരു പേരുണ്ട്. കഴിയുമെങ്കിൽ ഈ പാട്ടൊന്ന് പാടാൻ നോക്കുക. ഇന്നീ പാർട്ടി ലോകമെങ്ങും നാണം കെടാൻ കാരണഭൂത്യൻ കേരളത്തിൻ്റെ പിണറായി സഖാവ് തന്നെ. അതൊന്ന് പറ്റുമെങ്കിൽ അങ്ങൊന്ന് പാടിക്കൊടുക്കുക. ഇന്ന് അൻവർ പറഞ്ഞതിൻ്റെ രത്ന ചുരുക്കം അതല്ലേ. അൻവർ പറഞ്ഞതും ഇപ്പോൾ ഇവിടെ CPIയുടെ പ്രതിനിധി വളരെ ആവേശത്തോടെ പറയുക. എന്താ പറഞ്ഞത്? അതിൻ്റെ എസൻസ് എന്താ? ഈ കഴിഞ്ഞ നാളുകളിൽ PV അൻവർ നടത്തിയ മുഴുവൻ നിയമവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളും ഞങ്ങളോടൊപ്പം നിന്നുകൊണ്ട് ഞങ്ങൾ സംരക്ഷിച്ചു. ഇപ്പം ഞങ്ങൾക്കെതിരെ വന്നിരിക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഇനി PV അൻവറിനെ ഡിസ്ക്രെഡിറ്റ് ചെയ്യുക. ഇവരുടെ ഏറ്റവും വലിയ ആയുധമാണ്. ഒരു ആരോപണം ഉന്നയിച്ചാൽ അയാളെ അപ്പം തന്നെ അയാളുടെ വിശ്വാസ്യത ഇല്ലാതെയാക്കാൻ നോക്കുക. PV അൻവർ എന്നുള്ളത് മാറ്റിവെക്കുക. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ നോക്കുക. ഒന്ന്, പിണറായി അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യൻ സ്വർണ്ണക്കടത്തിൽ പങ്കാളി, പിണറായി എന്ന സൂര്യൻ കെട്ടുപോയി, P ശശി കാട്ടുകള്ളൻ, ADGP അജിത് കുമാർ സ്വർണ്ണക്കടത്തുകാരൻ, ഉന്നത നേതാക്കൾ അഴിമതിക്കാർ, തൃശൂർ BJPക്ക് പിണറായി നൽകിയ സമ്മാനം, റിയാസ് മാത്രം രക്ഷപ്പെട്ടാൽ പോരാ, കോടിയേരി അന്ത്യയാത്രയിൽ അപമാനിച്ചു, മുഖ്യമന്ത്രി ആഭ്യന്തര വീണ് നിൽക്കട്ടെ, പൂരം കലക്കിയത് BJPക്ക് വേണ്ടി, പിണറായി RSSനോട് സന്ധിയിൽ, ADGP മുഖ്യനെ അങ്കിൾ എന്നാണ് വിളിക്കാറ്, പാർട്ടിയിൽ ഗോവിന്ദൻ മാസ്റ്റർക്ക് പോലും രക്ഷയില്ല, പിണറായി ചതിയനാണ്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ എല്ലാം നേതാക്കൾ നേതൃതലത്തിൽ ഒറ്റക്കെട്ടാണ്. നിങ്ങളുടെ എല്ലാം നേതാക്കൾ കൈകോർത്ത് നിൽപ്പാണ്. അത് കേസ് അട്ടിമറിക്കലടക്കം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കൊടുക്കൽ വാങ്ങലിലടക്കം എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും ടോപ്പ് ലെവൽ, താഴേക്കിടയിലെ അണികൾ മണ്ടന്മാർ, ടോപ്പ് ലെവലിലെ നേതാക്കൾ നല്ല കൈകോർത്ത് നല്ല സൗഹൃദ വഴിയാണെന്ന് കുഞ്ഞാലിക്കുട്ടി അടക്കം ചൂണ്ടിക്കാട്ടി പറയുന്നുണ്ട് കേട്ടോ അൻവർ. അല്ല അവിടെ നിൽക്കട്ടെ. ഞാൻ ചോദിക്കുന്നത്, ഇന്ന് ഈ അൻവർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മുഴുവൻ ഞങ്ങൾ കഴിഞ്ഞ 8 വർഷമായിട്ട് പറയുന്നതാണ്. സ്വർണ്ണക്കടത്തിൽ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ നോക്കുവോ ഹാഷ്മി, എവിടെയാണ് അൻവർ ശത്രുവായി മാറുന്നത്? ഇപ്പോൾ നമുക്ക് രാഹുൽ ഗാന്ധി എങ്ങനെയാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കോർപ്പറേറ്റുകളുടെ ശത്രുവായി മാറിയെന്ന് ചോദിച്ചാൽ ഞാൻ പറയും 2013 ലാൻഡ് അക്വിസിഷൻ ആക്ട്, കോർപ്പറേറ്റുകളുടെ ഭൂമി തട്ടിയെടുക്കൽ, ആദിവാസികളുടെ ഭൂമി അനുമതിയില്ലാതെ തട്ടിയെടുക്കൽ, അതെന്ന് നിർത്തലാക്കാനുള്ള നിയമം വന്നോ അന്ന് മുതലാണ് രാഹുൽ ഗാന്ധി കോർപ്പറേറ്റുകളുടെ കണ്ണിലെ കരടായത്. പിണറായി വിജയന്റെ കണ്ണിലെ കരടായി PV അൻവർ മാറുന്നത് എപ്പോഴാണ്? തൻ്റെ സ്വർണ്ണക്കള്ളക്കടത്ത് തട്ടിപ്പ് വ്യാപാരം മുഴുവൻ ജനങ്ങളുടെ മുന്നിൽ തുറന്നു പറഞ്ഞതോടെയാണ് PV അൻവർ അനഭിമതനായി മാറുന്നത്. PV അൻവർ ADGPയെ കുറിച്ച് പറഞ്ഞപ്പോൾ പാർട്ടിയെ സംബന്ധിച്ച് ഗൗരവതരമായ ആരോപണമായിരുന്നു, ഇല്ലേ? ഈ P ശശിയെ കുറിച്ച് പറഞ്ഞപ്പോൾ പാർട്ടിക്ക് ഗൗരവതരമായ ആരോപണമായിരുന്നു. ഈ പൂരത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ പാർട്ടിക്ക് ഗൗരവതരമായ കാരണമായിരുന്നു. സ്വർണം തട്ടിപ്പിനെ കുറിച്ച് പറഞ്ഞപ്പോൾ തട്ടിപ്പുകാരൻ പത്രസമ്മേളനം നടത്താൻ വന്നു. എങ്ങനെയാണ് തട്ടിപ്പ് നടത്തുന്നു എന്ന് പറഞ്ഞ ഈ ഗ്രാമുകൾ കുറയുന്നത്, എങ്ങനെയാണ് അത് എന്ന് അദ്ദേഹം വിശദീകരിച്ചു. അതോടെ പിണറായി വിജയൻ PV അൻവറിനെ സ്വർണ്ണക്കള്ളക്കടത്തുകാരുടെ ഏജന്റാക്കി മാറ്റി. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. ഇനി ഇങ്ങോട്ടേക്ക് സ്വപ്ന സുരേഷിന്റെ സ്റ്റേറ്റ്മെന്റ് മുതൽ മുഴുവൻ ഇങ്ങോട്ടെടുത്ത് കണക്ട് ചെയ്തോ. ഈ കേരളത്തിലെ CPIയുടെ നേതാക്കന്മാർക്ക് മുഴുവൻ സ്വർണം പൊട്ടിക്കലുമായിട്ടുള്ള ബന്ധം കണക്ട് ചെയ്യൂ. അപ്പോൾ പിണറായി വിജയനെ തൊട്ടത് എവിടെയാണ്, നൊണ്ടത് എവിടെയാ? തൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വരുമാനം അൻവർ ഇല്ലാതെയാക്കാൻ പോകുന്നു. അതാണ് പ്രശ്നം. സ്വർണ്ണ തട്ടിപ്പിന്റെ ക്രിമിനൽ ബുദ്ധിയോടുകൂടി നേതൃത്വം കൊടുക്കുന്നത് പിണറായി വിജയനാണ്. തന്റെ ബിസിനസ്, അൻവറിന്റെ ബിസിനസ്സിനെ പ്രശ്നമുണ്ടായപ്പോഴാണ് അൻവർ പ്രശ്നം ഉണ്ടാക്കിയത്, ഇല്ലേ? പക്ഷെ പിണറായി വിജയന്റെ ബിസിനസ്സിനെ പ്രശ്നം ഉണ്ടാകുമ്പോഴാണ് അൻവർ ശത്രുവായി മാറുന്നത്.